അൻസിബയുടെ എവിക്ഷൻ നമ്മുടെ ഋഷിക്ക് ശരിക്കും അത് ബാധിച്ചിട്ടുണ്ട്. അത് അവിടെ ഗെയിമല്ല, അല്ലാതെ തമാശയല്ല, കാര്യമായിട്ട് തന്നെയാണ് അവിടെ കാണിച്ചു കൂട്ടി. എല്ലാവരും പറഞ്ഞു ഓവറാക്കിയെന്ന്, അതായത് ആക്ഷനാണെന്ന് പലരും എന്തൊക്കെയൊക്കെ പറഞ്ഞു. പക്ഷെ അത് കാണുന്നത് നമുക്കറിയാം, പ്രേക്ഷകർക്കറിയാം അതേപോലെ യഥാർത്ഥം എന്താണെന്നുള്ളത്. അത് ശരിക്കും അത് രണ്ടുപേരുടെ പെരുമാറ്റത്തിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. ഒരു അമ്മയ്ക്കും ഒരു മോനുള്ള അത്, ഒരു ചേച്ചിയോടുള്ള സ്നേഹം. ഋഷി എങ്ങനെ ബാത്റൂമിൽ ഇരുന്നിട്ട് സംസാരിക്കുകയാണ്. അൻസിബ ഇപ്പോൾ വീട്ടിലെത്തിണ്ടാവും അല്ലേ, എന്താണെന്നറിയില്ല, ഞാൻ എന്നാലും സ്റ്റഡിയാവുന്നുണ്ട്, കുഴപ്പമില്ല. എന്നാലും പെട്ടെന്ന് വോയിസ് മിസ്സിങ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ സ്റ്റഡി ആയിക്കൊള്ളാം എന്നൊക്കെ ഋഷി പറയുമ്പോൾ നമുക്ക് വല്ലാത്തൊരു വൈബ് നമുക്ക് ഋഷിയോട് തോന്നിപ്പം. കാരണം ഋഷി അത് പറയുന്നുണ്ട്, അതായത് ഞാൻ ഇപ്പോൾ നീ പുറത്തല്ലേ ഇരിക്കുന്നത്, ഇവിടുത്തെ ലോകം വേറെ തന്നെ, പുറത്ത് പോയാൽ തന്നെ അത് വേറെ ലോകമല്ലേ, അപ്പോൾ എന്നെ മറന്നു പോകുമോ എന്ന് അതൊക്കെ ചോദിക്കുമ്പോൾ തന്നെ നമുക്കത് വല്ലാത്തൊരു ഫീലിംഗാണ്. അച്ചോടാ ഒരു 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 അമ്മ കുഞ്ഞിനോട് സംസാരിക്കുന്ന പോലെ, ഒരു പൂച്ചക്കുട്ടി തള്ളപ്പൂച്ച തൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ വാരി പുണർന്ന് ഇങ്ങനെ സംരക്ഷിക്കുന്ന പോലെ. അപ്പോൾ അതേപോലെ വല്ലാത്തൊരു ഫീലാണ് അത് രണ്ടുപേരുടെ ഇടയിൽ നിന്ന്. നമുക്കത് പാവം തോന്നും സത്യം പറഞ്ഞാൽ ഋഷിനെ ഇങ്ങനെ കാണുമ്പോൾ.